അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഇത്. നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫേസിന് നന്നായിട്ട് നിറം വയ്ക്കാനും ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഹെൽത്തി ആവാനും നന്നായിട്ട് റീഫ്രഷ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. എല്ലാ ദിവസവും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുള്ളവരാണെങ്കിലും സൺടാനൊക്കെ മാറാനും നമ്മൾ ഫേസ് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് ഹെൽത്തി ആക്കി എടുക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് തൈരാണ്. തൈര് അറിയാൻ നമുക്ക് ഫേസ് നന്നായിട്ട് കൂളാവാനും റീഫ്രഷ് ചെയ്യാനും ഹെൽത്തി ആക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ട് വന്നിട്ട് തിരിച്ച് വരുവാണെങ്കിൽ ഈ തൈര് വെച്ചിട്ട് ഒന്ന് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ തൈര് കൊണ്ടുള്ള ഫേസ് പാക്കാണ് ഇന്നത്തെ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം തേൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാം. ഡെയിലി നിങ്ങൾ രാത്രിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ക്രീമൊക്കെ ഇട്ട് അതിന് ശേഷം കിടന്നുറങ്ങാവുന്നതാണ്. എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രഷ്നെസ് ആണ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത്. അതേപോലെ നമ്മൾ തേൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് കിട്ടുന്നത്. നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം വെക്കാനും സഹായിക്കും. നമ്മൾ തൈര് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നന്നായിട്ടൊരു ബ്രൈറ്റ്നെസ് കിട്ടും കേട്ടോ. നന്നായിട്ട് കളർ വയ്ക്കും. അതേപോലെ തേനാണെങ്കിലും നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് ഹെൽത്തി ആക്കാനായിട്ട് സഹായിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ച് പീൽ പൗഡർ ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഓറഞ്ചിൻ്റെ തോല് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ അത് ഉണങ്ങിക്കിട്ടും. ഒരു 2-3 ദിവസം എടുക്കത്തേ ഉള്ളൂ. അതിനുശേഷം നമുക്കിത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ ഓറഞ്ച് പീൽ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ എടുക്കാം. അല്ലെങ്കിൽ മഞ്ഞൾ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നെങ്കിൽ റോസ് പെറ്റൽസിൻ്റെ പൗഡറോ രക്തചന്ദനപ്പൊടിയോ എന്തെങ്കിലും എടുക്കുക. അതിനുശേഷം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നും ചേർക്കാതെയും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ഓറഞ്ച് കളറിലാണ് നമ്മുടെ ഫേസ് പാക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്.
ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.